പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം 29. മനു പുറത്തേക്കിറങ്ങുമ്പോൾ അമ്മു കുഞ്ഞിനെ ഫീഡ് ചെയ്യുകയാണ്. അതൊന്ന് നോക്കിക്കൊണ്ട് അവൻ പതിയെ വന്ന് ഡ്രസ്സെല്ലാം എടുത്ത് ബാഗിലേക്ക് വെച്ചു. അവൻ്റെ അനക്കമൊന്നും കേൾക്കാതെയായതും അവളൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് അവൻ ഡ്രസ്സെല്ലാം എടുത്ത് ബാഗിലേക്ക് വെക്കുന്നത് കണ്ടത്. അമ്മു സംശയത്തോടെ അവനെ നോക്കി. പക്ഷേ അവൻ ബാഗ് പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഇനിയും എങ്ങോട്ടെങ്കിലും പോകാനുള്ള ഉദ്ദേശമാണോ? അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് അല്പം കടുപ്പിച്ച ശബ്ദത്തിൽ അമ്മു ചോദിച്ചു. മനു അവളെ തിരിഞ്ഞു നോക്കി. പോകുക, അവനും തിരികെ പറഞ്ഞു. കുഞ്ഞുറങ്ങിയെന്ന് കണ്ടതും അമ്മു അവനെ എടുത്ത് കട്ടിലിലേക്ക് കിടത്തി. ശേഷം എഴുന്നേറ്റു. ഇനി എങ്ങോട്ടാണ്? അവൾ ഗൗരവത്തിൽ അവനോട് ചോദിച്ചു. വീട്ടിലേക്ക്. 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഇത്രയും ദിവസമായില്ലേ, അതുകൊണ്ട് ഇനി തിരികെ പോകാമെന്ന് കരുതി. ഡ്രസ്സ് എടുത്ത് വെച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്ന് അവൻ പറഞ്ഞു. ഇനി ഇങ്ങോട്ടില്ല എന്നാണോ? ഗൗരവത്തിൽ തന്നെയായിരുന്നു അവളുടെ ചോദ്യം. കുഞ്ഞിനെ കാണണം. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. അവൻ തിരിഞ്ഞതും അവളുടെ കൈകൾ ഊക്കോടെ അവൻ്റെ കവിളിലൊന്ന് പതിഞ്ഞു. ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് അവന് മനസ്സിലായില്ല. കുറച്ചു സമയത്തിന് ശേഷം കണ്ണിൽ നിന്ന് പൊന്നീച്ച പറക്കുന്നത് അവൻ അറിഞ്ഞു. മനു ഒന്നും പറയാനാവാത്തതുപോലെ നിന്നുപോയി. ഞാൻ നിങ്ങളുടെ കൂടെ വരും, അമ്മ ഉറപ്പോടെ പറഞ്ഞു. എന്ത്? ഒരു നിമിഷം അവൾ എന്താണ് പറഞ്ഞത് എന്ന് വ്യക്തമായി കേൾക്കാത്തത് കൊണ്ട് അവൻ കവിളിൽ കൈവച്ചുകൊണ്ട് എന്താണെന്ന് വീണ്ടും ചോദിച്ചു. പറഞ്ഞത് കേട്ടില്ലേ? ഇനി നിങ്ങൾ എങ്ങോട്ട് പോയാലും ഞാനും വരുമെന്ന്. അല്പം ദേഷ്യത്തിൽ തന്നെയാണ് അമ്മ പറഞ്ഞത്. മനു അവളെ വിടർന്ന കണ്ണുകളോടെ നോക്കിപ്പോയി. അല്പം മുന്നേ അവൾ തൻ്റെ കരണം പുകച്ച് ഒന്ന് തന്ന കാര്യമൊക്കെ അവൻ മറന്നേ പോയി. നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? നിങ്ങളുടെ തോന്നിവാസത്തിന് അലഞ്ഞു തിരിഞ്ഞ് നടക്കാമെന്നോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാതിരിക്കണമായിരുന്നു. ദേഷ്യം ഒട്ടുമടക്കാൻ വയ്യാതെ വന്നതും അമ്മു പൊട്ടിത്തെറിച്ചു. ഇന്ന് നിങ്ങൾ എവിടെ പോയതാണ്? ഞാൻ കണ്ണൻ്റെ കൂടെ ഒരു ക്ലയൻറ്റിനെ കാണാൻ. അവൻ പറഞ്ഞു തീരും മുന്നേ മറുകവിളിൽ അമ്മു ഒരെണ്ണം കൂടെ കൊടുത്തു. മനു ഒന്നും മിണ്ടിയില്ല. ശേഷം അവൻ്റെ കോളറിൽ പിടിച്ച് അവനെ തന്നിലേക്ക് അടുപ്പിച്ചു. നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോയിക്കൂടെ? അതെങ്ങനെയാണ്? ആരോടും പറയാതെ തന്നിഷ്ടത്തിന് ജീവിച്ചല്ലേ ശീലം. അവൻ്റെ കോളറിൽ പിടിച്ചുലച്ചുകൊണ്ട് അവൾ ചോദിച്ചു. മനുവിന് ആ നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യാതെ അങ്ങനെ തന്നെ നിന്നുപോയി. അപ്പൂ, ഞാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കണമെന്നില്ല. ഇനി നിങ്ങളെ ഞാൻ ഇങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. 1-2 മാസമല്ല, 1 വർഷമാണ് നിങ്ങൾ കാരണം ഞാൻ നീറി കഴിഞ്ഞു കൂട്ടിയത്. അതിനു പകരം നിങ്ങളെ എത്ര ശിക്ഷിച്ചാലും എനിക്ക് മതിയാവില്ല. നാളെ തന്നെ വീട്ടിലേക്ക് മടങ്ങണം. അവൾ പറയുന്നതെല്ലാം മനു കേൾക്കുന്നുണ്ട്. എങ്കിലും അവൻ്റെ മനസ്സ് ആ നേരം അവൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞതിൽ മാത്രം കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവന് അവൾ തന്നെ അടിച്ചതിലോ ഇത്രനേരം വഴക്ക് പറഞ്ഞതിലോ പരിഭവമോ ദേഷ്യമോ തോന്നിയില്ല. അതെല്ലാം താൻ അനുഭവിക്കേണ്ടതാണ് എന്നറിയാം. അവനിൽ ആ സമയം നിറഞ്ഞു നിന്നത് സന്തോഷം മാത്രമായിരുന്നു. സന്തോഷത്തോടെ അല്ലെങ്കിലും അമ്മ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞതിലുള്ള അടക്കാനാവാത്ത ആനന്ദത്തിലായിരുന്നു മനു അന്നേരം. ഉടനെ തന്നെ മറ്റൊന്നും ആലോചിക്കാതെ അവൻ ഫോണെടുത്ത് കണ്ണനോട് കാര്യം പറഞ്ഞു. കേട്ടപ്പോൾ കണ്ണനും അല്പം സന്തോഷം തോന്നാതെ ഇരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അമ്മുവും മനുവും കുഞ്ഞും മനുവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോഴും അമ്മു മനുവിനോട് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. എങ്കിലും എങ്ങനെയെങ്കിലും അവൾ തൻ്റെ വീട്ടിലേക്ക് വന്നല്ലോ എന്നൊരു സന്തോഷം മാത്രമായിരുന്നു മനുവിൽ അന്നേരം. ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇന്നത്തേക്ക് ശ്രീയുടെ അമ്മ കണ്ണൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അവിടെ പച്ചക്കറി നട്ടിട്ടുണ്ട്, അവ നോക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അമ്മ തിരികെ വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ചുവെങ്കിലും കണ്ണൻ അതിനെ തടഞ്ഞു. അമ്മയുടെ അവസ്ഥ ഓരോ ദിവസം കഴിയും തോറും മോശമായി വരുന്നത് കണ്ണൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നാൾക്കുനാൾ കഴിയും തോറും അമ്മ ക്ഷീണിച്ചായിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൻ അമ്മയെ ഇനി വീട്ടിലേക്ക് വിടുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചിരുന്നു. കണ്ണേട്ടാ, അമ്മയ്ക്ക് വീട്ടിലേക്ക് പോകണമെന്നുണ്ട്. ഒരിക്കൽ രാത്രി ബാൽക്കണിയിലിരുന്ന് സംസാരിക്കുന്ന നേരത്ത് ശ്രീ അവനോട് പതിയെ ചോദിച്ചു. അമ്മയ്ക്ക് വയ്യാത്തതല്ലേ ശ്രീ? അതുകൊണ്ടാണ് ഞാനിപ്പോൾ പോകണ്ടെന്ന് പറയുന്നത്. അവിടെ പോയി വല്ല വയ്യാഴികയും വന്നു കഴിഞ്ഞാൽ ആരുണ്ടാവും നോക്കാൻ? കണ്ണൻ അവൻ്റെ തീരുമാനം വ്യക്തമാക്കി. ശരി, ഇനി ഞാനൊന്നും പറയുന്നില്ല. അമ്മയ്ക്ക് അവിടെ നിൽക്കുന്നതാണ് കംഫർട്ടായിട്ട് തോന്നുന്നതെങ്കിൽ അമ്മ അങ്ങോട്ട് തന്നെ പൊയ്ക്കോട്ടെ. കുറച്ച് സമയം ആലോചിച്ചതും കണ്ണൻ ശ്രീയോട് പറഞ്ഞു. നാളെ അമ്മ പോകണമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ 2 ദിവസം അമ്മയുടെ കൂടെ ഞാനും പോയി നിൽക്കട്ടെ അവിടെ? അല്പം പരുങ്ങലോടെയാണ് ശ്രീ അത് അവനോട് ചോദിച്ചത്. അതിന് താനെന്തിനാണ് ഇങ്ങനെ മുഖവരയിടുന്നത്? തൻ്റെ ചോദ്യം കേട്ടാൽ വീട് ഇവിടെ നിന്ന് അപ്പുറത്തെ ജില്ലയിലാണെന്ന് തോന്നുമല്ലോ. തനിക്ക് പോകണമെങ്കിൽ പൊക്കോളൂ, കണ്ണൻ ചിരിയോടെ തന്നെ പറഞ്ഞു. കണ്ണനെ വിട്ടുപോകാൻ അവൾക്ക് താല്പര്യമില്ലെങ്കിലും അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ വച്ച് നോക്കുമ്പോൾ 2 ദിവസം അവിടെ പോയി നിന്ന് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട്
ഒറ്റയ്ക്ക് നിർത്തുന്ന കാര്യം തീരുമാനിക്കാം എന്ന ചിന്തയായിരുന്നു അവളിൽ. കണ്ണേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ബാൽക്കണിയിലെ സംസാരങ്ങൾക്കിടയിൽ ശ്രീ കണ്ണനോട് ചോദിച്ചു. കണ്ണൻ പറയൂ എന്ന രീതിയിൽ തലയാട്ടി. കിച്ചുവിൻ്റെ ഫോണിലെ വാൾപേപ്പറിൽ കാണുന്ന പെൺകുട്ടിക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്? കിച്ചുവിൻ്റെ കാര്യം ഇപ്പോൾ ചോദിച്ചതെന്താ? ഏയ്, പെട്ടെന്നെന്തോ ഓർത്തപ്പോൾ കിച്ചുവിൻ്റെ കാര്യം ഓർമ്മ വന്നു. ഒരു ദിവസം എന്നെയും ദേവുട്ടിയെയും കോളേജിലേക്ക് കൊണ്ടുചെന്നാക്കാൻ വേണ്ടി അവൻ വന്നപ്പോൾ ഞാൻ കണ്ടതാണ് അവൻ്റെ ഫോണിലെ വാൾപേപ്പർ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ ദേവൂട്ടിയോട് ചോദിക്കാൻ പറഞ്ഞു. അവൾ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എങ്കിലും എനിക്കൊന്നും അങ്ങോട്ട് വ്യക്തമായില്ല. അത് അമൃത എന്നാണ് ആ കുട്ടിയുടെ പേര്. കിച്ചുവിന് എന്തോ 20 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ പ്രണയമാണ്. ആ കുട്ടി ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവൻ അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അവളൊരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാണ്. ഇവനൊരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ട് എന്ന കാര്യം എനിക്കും മനുവിനും ഒക്കെ അറിയാമായിരുന്നു. എങ്കിലും ആ പെൺകുട്ടി മരിച്ചതിന് ശേഷം അവൻ ഇവിടെ കാണിച്ച കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് അവളെ എത്രത്തോളം അവൻ ഇഷ്ടമായിരുന്നു എന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. ശരിക്കും അവനതൊരു മെൻ്റൽ ഷോക്ക് തന്നെയായിരുന്നു എന്ന് പറയാം. അവൻ ആ പെൺകുട്ടിയെ അത്ര സ്നേഹിച്ചിരുന്നു. അത്രയും സ്നേഹിച്ചത് കൊണ്ടാവാം അവൻ ഇപ്പോഴും അവളിൽ നിന്നൊരു മോചനം കിട്ടിയിട്ടില്ല. അവൾ മരിച്ചു പോയിട്ടും ഇപ്പോഴും അവൻ അവളുടെ ഓർമ്മകളിൽ തന്നെയാണ്. ഞാനൊന്ന് ആലോചിക്കും, മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി ഇത്രയൊക്കെ കാര്യങ്ങൾ വേണമോ എന്ന്. ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ അവൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് തോന്നുന്നു. എങ്കിലും ജീവിതമല്ലേ, നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകണമെന്നില്ലല്ലോ. അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇനി. കിച്ചുവിൻ്റെ കാര്യം പറഞ്ഞ് കണ്ണൻ ഒന്ന് നിശ്വസിച്ചു. ശ്രീ അത് ചോദിച്ചത് തന്നെ ദേവുവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഒരു വേള അവളുടെ കാര്യങ്ങൾ കണ്ണനോട് പറഞ്ഞാലോ എന്ന് ചിന്തിച്ചതാണ്. പക്ഷേ വേണ്ടെന്ന് വെച്ചു. താൻ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? ഏയ്, ഞാൻ വെറുതെ. കണ്ണൻ അവളുടെ കയ്യിലൊന്ന് തഴുകി. ശ്രീ അവനെ ഒന്ന് നോക്കി. അതൊരു തുടക്കമായിരുന്നു ഇരുവരിലേക്കും പ്രണയം നിറയാൻ. മുഖം അടുത്തു വരുന്നത് ഇരുവരും അറിഞ്ഞതുകൂടിയില്ല. അരികിലേക്ക് അടുത്തു വന്ന മുഖങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയതും ചുണ്ടുകൾ തമ്മിൽ കഥ പറഞ്ഞതും കോർത്തിണങ്ങിയതും എല്ലാം നിമിഷനേരം കൊണ്ടായിരുന്നു. വല്ലപ്പോഴുള്ള ചുംബനങ്ങളിലൂടെ പ്രണയിക്കുന്ന 2 പേര്. പറഞ്ഞതുപോലെ അമ്മ പിറ്റേ ദിവസം വീട്ടിലേക്ക് പോയി. ശ്രീയും അമ്മയുടെ കൂടെ പോയി 2 ദിവസം വീട്ടിൽ നിന്നു. ഈ 2 ദിവസമായിട്ട് ശ്രീ കണ്ണനെ വിളിച്ചിട്ടില്ല. കണ്ണൻ അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായില്ല. അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അതിൽ ഇൻകമിംഗ് കോൾസ് കട്ടാണെന്ന് പറയുന്നു. കണ്ണനാണെങ്കിൽ ഓഫീസിൽ അല്പം വർക്ക് ലോഡ് കൂടുതലുള്ള സമയമായതുകൊണ്ട് പോകാനും പറ്റിയില്ല. 2 ദിവസം കണ്ണൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു. അവൾ തന്നെ വിളിക്കുന്നില്ല എന്ന് കണ്ടതും കണ്ണനും അവളോട് അല്പം പരിഭവം തോന്നി. 2 ദിവസത്തിന് ശേഷം അവളെ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് കരുതിയതാണ്. എങ്കിലും അവൾ വിളിക്കാത്തത് കൊണ്ട് പോകുന്നില്ല എന്ന് കരുതി. പക്ഷേ കണ്ണനാകെ ഭ്രാന്താവുന്നത് പോലെ ഉണ്ടായിരുന്നു. അവളെ കാണാനും പറ്റുന്നില്ല, വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ശ്രീ ശനിയാഴ്ച പോയതാണ് വീട്ടിലേക്ക്. തിങ്കളാഴ്ച ക്ലാസ്സിൽ പോയതുമില്ല. കണ്ണൻ ജോലി കഴിഞ്ഞ് ആകെ ഒരുതരം മുഷിച്ചിലോടെയാണ് വീട്ടിലേക്ക് എത്തുന്നത്. പതിവ് പോലെ അവൻ വീട്ടിലേക്കെത്തി. അമ്മയോടൊന്ന് സംസാരിച്ചതിന് ശേഷം അവൻ മുകളിലേക്ക് കയറി. മുറിയിലേക്ക് കയറിയപ്പോൾ തന്നെ അവന് അവിടെ ശ്രീയുടെ സാമീപ്യം എങ്ങനെയോ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. കട്ടിലിലിരിക്കുന്ന ശ്രീയെ കണ്ടതും അവൻ്റെ മുഖമൊന്ന് വിടർന്നു. ഒരു നിമിഷം സ്വപ്നമാണോ എന്ന് പോലും ചിന്തിച്ചു. അവനെ കണ്ടയുടൻ തന്നെ ശ്രീയുടെ മുഖവും ഒന്ന് വിടർന്നു. അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് നടന്നു. പക്ഷെ അപ്പോഴാണ് ഇത്ര ദിവസമായിട്ടും അവൾ തന്നെ വിളിച്ചതോ സംസാരിച്ചതോ അന്വേഷിച്ചതോ ഒന്നുമില്ല എന്ന ചിന്ത അവനിലേക്ക് വന്നത്. അവൾ തൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നേ അവൻ കുളിക്കുവാനുള്ള ഡ്രസ്സ് എടുക്കാനായി അലമാരയുടെ അടുത്തേക്ക് നടന്നു. ശ്രീ അവനെ പകപ്പോടെ നോക്കി. അവനിൽ നിന്നുള്ള നേരിയ അവഗണന അവൾക്ക് താങ്ങാനാവുന്നില്ലായിരുന്നു. കണ്ണേട്ടാ, അവൾ അവനെ വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. സാധാരണ രീതിയിൽ തന്നെ എന്താണെന്ന് പുരികമുയർത്തി. അതുകൂടി കണ്ടതും അവൾക്കാകെ വല്ലാതെ തോന്നി. ഞാൻ ചായ എടുക്കാം. വേണ്ട, ചായ ഞാൻ തന്നെ താഴെ പോയി കുടിച്ചോളാം. ഗൗരവത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് അവൻ കുളിക്കാൻ കയറി. ശ്രീ ആണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. അവൻ പുറത്തേക്കിറങ്ങി വരും വരെ അവൾ മുറിയിൽ തന്നെ അവനെ കാത്തിരുന്നു. കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും കട്ടിലിൽ തന്നെ ഇരിക്കുന്ന അവളെ അവൻ ശ്രദ്ധിച്ചിരുന്നു. എന്നിട്ടും കണ്ടില്ല എന്ന മട്ടിൽ പോയി കണ്ണാടിയുടെ മുൻപിൽ നിന്ന് മുടി തോർത്തി നിന്നു. കണ്ണേട്ടാ, എന്താ എന്നോട് മിണ്ടാതിരിക്കുന്നത്? 2 ദിവസമായിട്ടും എന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നില്ലല്ലോ, അവൾ പരിഭവത്തോടെ അവനോട് ചോദിച്ചു. കണ്ണനാണെങ്കിൽ അതും കേട്ട ഭാവം നടിച്ചില്ല. ഒടുവിൽ ഒരു നടക്ക് പോകില്ല എന്ന് കണ്ടതും കണ്ണാടിയുടെയും അവൻ്റെയും ഇടയിലേക്ക് ശ്രീ നുഴഞ്ഞു കയറി. കണ്ണൻ അവളെ ഗൗരവത്തോടെ നോക്കി. ശ്രീ തല കുനിച്ചു കളഞ്ഞു. സോറി. എന്തിനാണാവോ? ഞാൻ മനഃപൂർവ്വം വിളിക്കാതിരുന്നതല്ല. അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവൾ പറഞ്ഞു.
കണ്ണൻ അവളെ തന്നെ നോക്കി നിന്നതല്ലാതെ തിരിച്ചൊന്നും പറഞ്ഞില്ല. കുറച്ചു സമയമായതും ശ്രീ അവനെ മുഖമുയർത്തി നോക്കി. അപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത് എന്തിനാണെന്നുള്ള കാര്യമൊക്കെ നിനക്കറിയാം. ഞാൻ മനഃപൂർവ്വം വിളിക്കാതിരുന്നതല്ല കണ്ണേട്ടാ. എൻ്റെ ഫോൺ കുളത്തിൽ വീണുപോയി. തല കുനിച്ചുകൊണ്ട് തെറ്റ് ചെയ്ത കുട്ടികൾ പറയും കണക്ക് പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു. വെയിറ്റ്, വാട്ട്? ഫോൺ കുളത്തിൽ പോയെന്നോ? എങ്ങനെ? ഒരു നിമിഷം കണ്ണന് അവളുടെ നിൽപ്പും കുളത്തിൽ പോയി എന്നുള്ള പറച്ചിലും ഒക്കെ കേട്ട് ചിരി വന്നുവെങ്കിലും കണ്ണൻ കടിച്ചു പിടിച്ചു നിന്നു. ഞാൻ കുളത്തിൽ കുളിക്കാൻ വേണ്ടി പോയതാണ്. കൂടെ ഫോണും എടുത്തു. കണ്ണേട്ടൻ എങ്ങാനും വിളിച്ചാലോ എന്ന് കരുതി എടുത്തതാണ്. ഡ്രസ്സൊക്കെ പടവിൽ വെച്ച് കൂടെ ഫോണും വെച്ച് കുളത്തിലേക്ക് ഇറങ്ങി. തിരികെ കയറി വന്നപ്പോൾ ഡ്രസ്സ് എടുത്തതാണ്. ഫോൺ നേരെ വെള്ളത്തിലേക്ക് വീണുപോയി. പിന്നെ കിട്ടിയില്ല. അമ്മയുടെ ഫോണിലാണെങ്കിൽ വിളിക്കാനായിട്ട് പൈസ ഉണ്ടായിരുന്നില്ല. എൻ്റെ അക്കൗണ്ടിലാണല്ലോ ക്യാഷ് ഉള്ളത്. പുറത്തേക്ക് പോകാത്തത് കൊണ്ട് ATM നിന്ന് പൈസ എടുത്ത് ഫോൺ റീചാർജ് ചെയ്യാനും പറ്റിയില്ല. പരിഭവത്തോടെ അല്പം പേടിച്ചുകൊണ്ട് അവൾ ഓരോന്നും എണ്ണി എണ്ണി അവനോട് പറഞ്ഞു. അവളുടെ ആ നിൽപ്പിൽ തന്നെ അവൻ്റെ ആ കള്ളപ്പിണക്കം പോലും അലിഞ്ഞു പോയതാണ്. എങ്കിലും അവളെ ഒന്ന് വട്ടുകളിപ്പിക്കാമെന്ന് കരുതി. ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല പാർവതി. തനിക്കെന്നെ വിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതിന് കഴിയുമായിരുന്നു. എന്നിട്ടും താനത് ചെയ്തില്ല. കണ്ണൻ അവളുടെ അരികിൽ നിന്നും നീങ്ങി നിന്നു. അവളുടെ തല താഴ്ന്നുപോയി. കണ്ണൻ അത് മൈൻഡ് ചെയ്യുന്നില്ല എന്ന പോലെ നിന്ന് തലയിൽ ജെല്ല് തേച്ച് പിടിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴും ശ്രീ അങ്ങനെ തന്നെ മുഖം കുനിച്ചു നിൽക്കുകയാണ്. പാർവതി, അവൻ അല്പം ഗൗരവത്തിൽ വിളിച്ചു. ശ്രീ ഞെട്ടലോടെ കണ്ണുയർത്തി നോക്കി. നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടിച്ചു. താൻ കരയുവാണോ? കണ്ണൻ ആകുലതയോടെ അവൾക്കരികിലേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു. ശ്രീ അവൻ്റെ ആ ചോദ്യത്തിൽ വിങ്ങിപ്പോയി. ഞാൻ മനഃപൂർവ്വമല്ല. അവൾ തേങ്ങി. കണ്ണൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവൾ കരയുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. തിരികെ തന്നെ എന്തെങ്കിലും പറയും എന്നൊക്കെയാണ് അവൻ കരുതിയത്. ഇതിനിപ്പോഴും ഒരു മാറ്റമില്ല. പഴയ തൊട്ടാവാടി തന്നെ. ദേ നോക്കിയേ, താൻ വിളിക്കാതെ വന്നപ്പോൾ എനിക്കൊരു പരിഭവം തോന്നി. അത് തന്നെ കണ്ടപ്പോൾ മാറുകയും ചെയ്തു. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അവളുടെ തലയിലൂടെ തലോടി അവൻ ആശ്വസിപ്പിച്ചു. ശ്രീ അവനെ വിതുമ്പലോടെ നോക്കി. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അവളുടെ ശ്രദ്ധ തിരിക്കാൻ എന്ന രീതിയിൽ അവൻ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല. അവനൊന്ന് മൂളിക്കൊണ്ട് അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. പരിഭവങ്ങളെല്ലാം രണ്ടുപേരും പറഞ്ഞു തീർത്തു. പോയി ചായ എടുത്തതാ. കുറച്ചു നേരത്തിന് ശേഷം കണ്ണൻ അവളോട് ചോദിച്ചു. വേണ്ടെന്ന് പറഞ്ഞിട്ട്? തനിയെ പോയി കുടിക്കാമെന്നല്ലേ പറഞ്ഞത്? ശ്രീ അവനെ പോലെ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. ഞാൻ ഒറ്റയ്ക്കായാലും എടുത്തു കുടിക്കും. അവൻ താഴേക്ക് നടക്കാൻ ഒരുങ്ങി. അവൻ്റെ പിറകെ അവളും. അമ്മ, ദാ ഏട്ടൻ താഴേക്ക് വന്നു. കണ്ണൻ വരുന്നത് കണ്ടതും സോഫയിൽ ഇരിക്കുകയായിരുന്ന ദേവു അടുക്കളയിൽ നിൽക്കുന്ന അമ്മയോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ശ്രീ ആണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അവളെ നോക്കി. ഏട്ടത്തി, ഇങ്ങോട്ട് വാ, എനിക്ക് കുറച്ച് പറയാനുണ്ട്. കണ്ണൻ്റെ അരികിൽ നിന്ന് അവളെ പിടിച്ച് ദേവു സോഫയിലേക്കിരുത്തി. അതേസമയം അമ്മ കണ്ണനുള്ള ചായയുമായി വന്നു. 4 പേരും ഇരുന്നതും ദേവു പറയാൻ തുടങ്ങി. ഏട്ടത്തി, ഈ നിരാശാകാമുകൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ദേവു കണ്ണനെ ഒന്ന് ഇടം കണ്ണാലെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ശ്രീ ആണെങ്കിൽ ഒന്നും മനസ്സിലാവാത്തതുപോലെ ഇരിക്കുന്നുണ്ട്. ഏട്ടത്തി വീട്ടിൽ പോയപ്പോൾ ഇവിടെ ഒരാൾ അങ്ങനെയായിരുന്നു. മുകളിൽ നിന്ന് താഴേക്ക് വരില്ല, ഭക്ഷണം വേണ്ട, ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. ദേവു കണ്ണനെ കളിയാക്കി പറഞ്ഞതും അമ്മയും ശ്രീയും ചിരിച്ചുപോയി. കണ്ണൻ പിന്നെ സ്ഥായി ഭാവമായ ഗൗരവം എടുത്ത് അണിഞ്ഞിട്ടുണ്ട്. ചുമ്മാ ഇരിക്കും ദേവൂട്ടി നീയ്. ദേവുവിൻ്റെ കളിയാക്കലുകൾ കൂടി വന്നതും അമ്മ ഇടപെട്ടു. ശ്രീ അതെല്ലാം തെല്ലൊരു പുഞ്ചിരിയോടെ നോക്കിക്കണ്ടു. പുറത്ത് പ്രകടിപ്പിച്ചില്ല എങ്കിലും ഉള്ളാലെ കണ്ണനും അതെല്ലാം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ കുഞ്ഞു കുടുംബത്തിലെ ചെറിയ വലിയ സന്തോഷങ്ങൾ. ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി. അമ്മുവും മനുവും അവരുടെ വീട്ടിലേക്ക് പോയി. കിച്ചു അങ്ങനെയൊക്കെ തന്നെ. കണ്ണനും ശ്രീയും ശാന്തമായി അങ്ങനെ പ്രണയിക്കുന്നു. ദേവുവിനും ശ്രീക്കും ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും തകൃതിയായി പഠനത്തിലാണ്. ഇന്ന് കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞ് ഹിമയും ആദിയും വീട്ടിലേക്ക് വരുന്നുണ്ട്. അവരെ കാത്തിരിക്കുകയാണ് രാവിലെ മുതൽ 2 എണ്ണവും. ഉച്ചയാവുന്നതിന് മുൻപ് തന്നെ 2 പേരും എത്തി. 4 പേരും ചേർന്ന് തകൃതിയായി പഠനത്തിലാണ്. കണ്ണൻ രാവിലെ ഓഫീസിൽ പോയി. ഉച്ച കഴിയുമ്പോൾ എല്ലാവരെയും കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രീ അവനെ വിട്ടിരിക്കുന്നത്. 4 പേർക്കും ഇടയ്ക്ക് കുറിക്കാനുള്ളതൊക്കെ അമ്മ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പകുതി സമയം പഠനം, ബാക്കി സമയം സൊറ പറഞ്ഞിരിക്കുകയായിരുന്നു 4 കൂടി. ഉച്ച കഴിഞ്ഞ് ഏകദേശം 3 മണിയൊക്കെ ആയപ്പോഴേക്കും കണ്ണനെത്തി. കണ്ണനും എല്ലാവരോടും സംസാരിച്ചൊക്കെ ഇരുന്നു. അതേസമയമാണ് അച്ചുവും ചെറിയമ്മയും കൂടി അങ്ങോട്ട് വന്നത്. കാലിന് വയ്യാത്തതായതുകൊണ്ട് ചെറിയമ്മ അധികം ഇങ്ങോട്ടൊന്നും വരാറില്ല.
എങ്കിലും ഇടയ്ക്ക് വല്ലപ്പോഴും ഇതുപോലെ ഇറങ്ങും. ചെറിയമ്മ പതിവില്ലാതെയാണല്ലോ. അവരെ കണ്ടതും ഉമ്മറത്തേക്ക് ഇറങ്ങിച്ചെന്ന് കണ്ണൻ അവരെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അകത്തേക്ക് കയറ്റി അവരെ സോഫയിലേക്ക് ഇരുത്തി. ഇതിപ്പോൾ കണ്ട എൻ്റെ അമ്മയാണ് അനിയത്തി എന്നേ പറയുള്ളൂ. ഇതൊരുമാതിരി വയസ്സായതുപോലെ ആയല്ലോ. കണ്ണൻ കൊണ്ടുവന്നിരുത്തിയതും ദേവു ചെറിയമ്മയെ കളിയാക്കി. അവരുടെ അടുത്തേക്കിരുന്ന അവളുടെ ചെവിയിൽ അവർ കളിയായി ഒന്ന് നുള്ളി. തുടരും. അപ്പോൾ സ്റ്റോറി കേട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. നാളെ നെക്സ്റ്റ് പാർട്ടായിട്ട് വരാം കേട്ടോ. ബൈ.